പ്രക്ഷോഭ നായകൻ സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം ചരിത്രപ്രസിദ്ധമാണ്. പ്രസംഗത്തിന്റെ ഓർമ്മയ്ക്കായി പത്തനംതിട്ട കോഴഞ്ചേരിയിൽ സ്ഥാപിച്ച സ്മാരകത്തിന്റെ പുനരുദ്ധാരണം പാതിവഴിയിലാണ്. KCBക്ക് അടയ്ക്കാനുള്ള തുക അടച്ചെങ്കിലും വൈദ്യുതി കണക്ഷൻ ഇതുവരെ ലഭ്യമായിട്ടില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറിയും നിവർത്തന പ്രക്ഷോഭ നായകനും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയുമായിരുന്ന സി കേശവന്റെ കോഴഞ്ചേരിയിലെ സ്മാരക നവീകരണമാണ് അനന്തമായി നീളുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് നവീകരണം തുടങ്ങിയത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന പദ്ധതിക്ക് മന്ത്രി വീണ ജോർജിന്റെ MLA ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. നവീകരിച്ച വെങ്കല പ്രതിമ സ്മാരക സ്ക്വയറിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിമ സംരക്ഷിക്കുന്നതിന് മേൽക്കൂരയും നിർമ്മിച്ചു. KCBയുടെയും വാട്ടർ അതോറിറ്റിയുടെയും അനുമതി വൈകുന്നതാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ തടസ്സം. ആവശ്യമായ തുക അടച്ചിട്ടും KCB വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടില്ല. വാട്ടർ കണക്ഷന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ പണം അടച്ചിട്ടുമില്ല. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് SNDP യോഗം കോഴഞ്ചേരി യൂണിയൻ പ്രസിഡന്റ് K മോഹൻ ബാബു ആവശ്യപ്പെട്ടു. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് 90 വർഷം പൂർത്തിയാകുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ 90ാമത് വർഷത്തെ സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പൂർത്തിയാകുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടികൾ പ്രൗഢഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് കോഴഞ്ചേരി SNDP യൂണിയന് പറയാറുള്ളത്. 1935 മെയ് 11-നാണ് ദിവാൻ സർ CPക്കെതിരെ സി കേശവൻ കോഴഞ്ചേരിയിൽ പ്രസംഗിച്ചത്. ആരാധനാ സ്വാതന്ത്ര്യം പിന്നാക്ക വിഭാഗങ്ങൾക്ക് നിഷേധിച്ചതിനെതിരെയായിരുന്നു പ്രസംഗം. ദിവാനെതിരെ ശബ്ദമുയർത്തിയതിന് സി കേശവനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.